ഞാനിപ്പോൾ ജർമ്മൻ പാസ്സായി, വിസ കിട്ടി, പോവാൻ നിൽക്കണു. പഠിച്ചെടുക്കേണ്ടതല്ല ഒരു ലാംഗ്വേജ്, നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കേണ്ടതാണ് ഒരു ലാംഗ്വേജ്. അപ്പോൾ ട്രെയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതെന്തായാലും ഒരു ദിവസം കിട്ടും. ജർമ്മൻ പഠിക്കാന്ന് പറഞ്ഞാൽ ഈസിയുള്ള കാര്യമല്ല, പക്ഷെ നമുക്കൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിലത്തെ സാലറിയും അവിടുത്തെ സാലറിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ജർമ്മനിയിലത്തെ സാലറിയാണ് ഏറ്റവും കൂടുതൽ. ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഹായ്, എൻ്റെ പേര് ആൻമേരി. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ നഴ്സിംഗ് കഴിഞ്ഞത് 2023-ലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. ICU നഴ്സാണ് ഞാൻ. വീട്ടിൽ പപ്പയും അനിയനാണുള്ളത്. എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണ് അബ്രോഡ് പോയി പഠിക്കണം എന്നൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡൽഹിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഡൽഹിയിൽ വർക്ക് ചെയ്ത് റിസൈൻ ഇട്ട സമയത്താണ് ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത്. അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായത്. അതിന് മുന്നേ പപ്പ കോണ്ടാക്ട് ചെയ്തിരുന്നു, പക്ഷെ ഞാൻ അത് അന്നാളിൽ പ്രൊസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒന്നും കൂടി ഇവരായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കി. കാരണം എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു എനിക്കപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട്, റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ റിസൈൻ ഇട്ട് നാട്ടിൽ വന്ന് ഒരു 2-3 ഡേയ്സിനുള്ളിൽ ഞാൻ കാലിക്കറ്റ് ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. 24 നവംബറിലാണ് ഞങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളായിരുന്നു ഫസ്റ്റ് സ്കോളർഷിപ്പ് ബാച്ച്. ഞാൻ നോക്കിയപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 months കോഴ്സാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 10,000 പേയ്മെൻറ്റ് സ്കോളർഷിപ്പായിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 month 2 month ഒക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്തില്ല. ഞാൻ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫാക്കൽറ്റി ആണെങ്കിൽ ഞങ്ങളുടെ ട്യൂറ്റർ കൃതയ മിസ് ആയിരുന്നു. കൃതയ മിസ് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അതുപോലെ തന്നെ ജിഷ്ബിൻ സാറ് ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അവർ ഭയങ്കര സപ്പോർട്ടിങ്. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് നിദാ മിസ് വരണേ. നിദാ മിസ് ഞങ്ങൾക്ക് ഒരു 2 months എടുത്തിട്ടുണ്ട്. ആളും ഭയങ്കര സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൂടാണ്ട് നോൺ ഫാക്കൽറ്റീസ് ഒക്കെ ഭയങ്കര സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഭയങ്കര മോട്ടിവേഷനായി. ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സാം പാസ്സായി, ഫുൾ മൊഡ്യൂൾ പാസ്സായി. അതോടുകൂടെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. വിസ അപ്രൂവ്ഡായിട്ട് ഇപ്പം ഞാൻ പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുന്നൊക്കെ നഴ്സാവണം എന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചേഞ്ച് ആയിരുന്നു ഒരു ടൈമിൽ. പിന്നെ അമ്മയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ നഴ്സാവണമെന്ന്. കാരണം അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഹൗസ് വൈഫായിരുന്നു. അപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നത് അമ്മയ്ക്ക് അറിയാലോ. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നിനക്ക് അങ്ങനെ ഒരു ഇത് വരരുത്, നീ നഴ്സാണെങ്കിൽ നിനക്ക് ഭാവിക്ക് അത് ഗുണം ചെയ്യും, സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നഴ്സിംഗ് ചൂസ് ചെയ്തത്. പിന്നെ അതുപോലെ എനിക്കിപ്പോൾ എൻ്റെ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാൻ നല്ലോണം പറ്റും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് നഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ. നഴ്സിംഗ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുക ഈസി ആയിരിക്കും എന്നാണ് പൊതുവെ എല്ലാവരുടെയും ധാരണ. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ നഴ്സിംഗ് ഭയങ്കര ടഫാണ്. ഞാനിപ്പോൾ BSc നഴ്സാണ്. ഞങ്ങൾക്ക് കൂടുതലും തിയറി ബേസ്ഡ് ആണ്. പക്ഷേ ഭയങ്കരമായിട്ട് കഷ്ടപ്പാടാണ്. എന്താ പറയുക, പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനും അതോടുകൂട്ടത്തിൽ അറ്റ് ദ സെയിം ടൈം പോസ്റ്റിങ്ങും ചെയ്യണം. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പൊതുവെ നഴ്സിംഗ് പഠിക്കുന്ന ടൈമിൽ. പിന്നെ ജോലിക്ക് കയറിയപ്പോൾ എനിക്ക് നഴ്സായതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് പോകണമെന്നായിരുന്നല്ലോ ആഗ്രഹം. കൂടുതലും എനിക്ക് യൂറോപ്യൻ കൺട്രീസിനോടായിരുന്നു താല്പര്യം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ OET എഴുതിയിട്ടുണ്ടായിരുന്നു UK ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്നാളിലാണ് UK നിർത്തലാക്കലും പിന്നെ അങ്ങോട്ട് ഇൻടേക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം പിന്നെ ഞാനതങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്യുക ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഡൽഹി പോയി 1 ഇയർ എക്സ്പീരിയൻസ് എടുത്ത് പിന്നെ നാട്ടിൽ വന്നിട്ടാണ് ഞാൻ ജർമ്മൻ ഫോക്കസ് ചെയ്ത് തുടങ്ങിയത്. എൻ്റെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയാണ്. മൈ ഫാദർ ആൻഡ് അമ്മ. പിന്നെ അനിയനാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അമ്മ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അമ്മയ്ക്ക് നഴ്സ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അമ്മയ്ക്ക് നഴ്സാവാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു ആഗ്രഹം എന്നിലൂടെ
അമ്മ സാധിച്ചെടുത്തു. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ സ്റ്റേജിലെത്തി നിൽക്കുന്നു. ഇവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കഷ്ടപ്പാടാണ്. കാരണം വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല. കൂടുതലും നമുക്കൊരു എന്താ പറയുക, ഒരു 5 days ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സാലറി ഭയങ്കര കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കരമായിട്ടുണ്ട്. അതുപോലെ തന്നെ സാലറി അത്യാവശ്യം നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യണത് വർക്ക് ലൈഫ് ബാലൻസ് നല്ല രീതിയിൽ ഉണ്ടാവണം എന്നാണ് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പുറത്ത് പോകണം, ഇവിടെ നാട്ടിൽ നിൽക്കണ്ട എന്നൊക്കെ തീരുമാനിച്ചത്. പിന്നെ എൻ്റെ ഫാമിലിക്കും അതാണ് നല്ലത്. ഞാൻ നോക്കിയപ്പോൾ വർക്ക് ചെയ്യുന്ന ടൈമിംഗ് ഉണ്ടല്ലോ, ചിലപ്പോൾ ചില ഹോസ്പിറ്റലൊക്കെ 12 hours വർക്കിംഗ് ആയിരിക്കും, ചില ഹോസ്പിറ്റലിൽ 3 shift ഒക്കെ 6 hours വർക്കിംഗ്. ഞാൻ വർക്ക് ചെയ്ത് 6 hours വർക്കിംഗ് അവർ ആയിരുന്നു. എനിക്ക് ആ ടൈമിൽ കുറച്ച് സ്ട്രെസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ICU ആയിരുന്നു. അപ്പോൾ സ്ട്രെസ്സായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫസ്റ്റ് OET ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ചെറുപ്പം തൊട്ട് പഠിക്കുന്നതാണ് ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ വെച്ചു അതിന് നല്ല കഴിവുണ്ടാവും. അപ്പോൾ ഞാൻ പാസ്സായിരുന്നു. ബട്ട് അധികം എനിക്ക് UK പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ ടൈമിൽ ഞാൻ എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞതാണ് ജർമ്മൻ പഠിക്ക് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ ആ ടൈമിൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നെക്കൊണ്ട് പറ്റില്ല, ജർമ്മൻ പഠിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല, ഭയങ്കര ടഫാണ്, പുതിയ ലാംഗ്വേജ് ആണ്. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ഒരു സൈഡിൽ മാറ്റി വെച്ചേക്കായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ തിരിച്ച് വീണ്ടും ജർമ്മൻ തന്നെ ചൂസ് ചെയ്യേണ്ടി വന്നു ലാസ്റ്റ്. പക്ഷേ ഇപ്പം ഞാനത് ആലോചിക്കുമ്പോൾ ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. കാരണം ഞാനിപ്പോൾ ജർമ്മൻ പാസ്സായി, വിസ കിട്ടി, പോവാൻ നിൽക്കണു. അപ്പോൾ അത് കാരണം ഐ ആം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിലും ഹിന്ദി പഠിക്കുകയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് തൊട്ടേ ABCD തൊട്ടേ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെയായിരുന്നു ജർമ്മനും. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് തൊട്ട് പഠിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് 2 months ഒക്കെ ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ഡ്രോപ്പ് ചെയ്യും എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ കൂടുതൽ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ട് കാരണം അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ മുന്നോട്ട് ജർമ്മൻ പഠിക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ എക്സാം എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ എക്സാം പാസ്സാവുകയും ചെയ്തു. ഐ ആം ഹാപ്പി. ഞങ്ങൾക്ക് കൂടുതലും മാംസ് ഫിലിം കാണിച്ചു തരായിരുന്നു. അതുപോലെ തന്നെ കഹൂത്ത് ഗെയിം കളിപ്പിക്കുമായിരുന്നു. കൃതിക മിസ്സൊക്കെ ആണെങ്കിൽ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നമ്മൾ ബോറടിച്ചിരിക്കുമ്പോൾ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കഹൂത്ത് ഗെയിം ഞങ്ങൾക്ക് എടുത്തു തരലൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൽ എന്താ പറയുക, പ്രൈസ് വാങ്ങിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജർമ്മനി ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം നല്ല വർക്ക് ലൈഫ് ബാലൻസ് അവിടെ ഉണ്ട്. പിന്നെ ഫാമിലിക്ക് സെറ്റിൽ ആവാൻ പറ്റുകയാണെങ്കിൽ വലിയൊരു കാര്യമാണ്. ലാംഗ്വേജ് മാത്രം ഇത്തിരി പ്രശ്നമുള്ളൂ. ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈസി ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ സാലറിയുടെ കാര്യം പറയുകയാണെങ്കിലും നമ്മുടെ ഇന്ത്യയിലത്തെ സാലറിയും അവിടുത്തെ സാലറിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ജർമ്മനിയിലത്തെ സാലറിയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ ഫാമിലീനെ ഒന്ന് സെറ്റിലാക്കണം. അതായത് എൻ്റെ പപ്പേനെയും അനിയനെയും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റിലാക്കണം. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അനിയനെ, അവനിപ്പോൾ 12th കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവനെ ഒന്ന് പുഷ് ബാക്ക് ചെയ്ത് നല്ലൊരു കരിയർ അവന് ചൂസ് ചെയ്ത് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യണം, ഒരു ബാക്ക് സപ്പോർട്ട് ആവണം എനിക്ക്. പിന്നെ അത് മാത്രമല്ല, ഒരു ചെറിയൊരു നല്ലൊരു വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ തന്നെ. വേറെ ട്രിപ്പ് അതൊക്കെ പിന്നത്തെ കാര്യങ്ങളാണ്. അത്രയേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കഴിഞ്ഞ കൊല്ലം ഈ ടൈമിലാണ് ഇറങ്ങിയത്. അന്ന് തൊട്ട് ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതായത് വിസ പ്രോസസ്സിങ് എങ്ങനെയാണ് പോകുന്നത്, അതിൽ വല്ല ലാഗ് വരുന്നുണ്ടെങ്കിൽ അവരത് കൃത്യമായിട്ട് പറയലൊക്കെ ഉണ്ട്. പിന്നെ നല്ല സപ്പോർട്ടിംഗ് ഒക്കെ ആയിരുന്നു. മീൻസ് ത്രൂ ഔട്ട് ദി ജേണി അവർ കൂടി ഉണ്ടായിട്ടുണ്ട് ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ അവിടെ ടാക്സിൻ്റെ കാര്യം കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ പറഞ്ഞത് ഒരു 30 to 40% ടാക്സിന് പോകുന്നതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്കത് തിരിച്ചെടുക്കാമെന്നും കേട്ടിട്ടുണ്ട് ഒരു 1 year കഴിയുമ്പോൾ. അത് ഞാൻ അവിടെ ചെന്നാലാണ് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയത്തുള്ളൂ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത് വെച്ച് അവിടെ ഡോക്ടേഴ്സിൻ്റെ ജോലി അവരൊന്നും ഒരിക്കലും
നഴ്സുമാർക്ക് ബേർഡൻ കൊടുക്കില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടേഴ്സ് നമുക്ക് നഴ്സുമാർക്ക് നമ്മുടെ അവരുടെ ജൂനിയേഴ്സിനൊക്കെ നല്ല രീതിയിൽ ബേർഡൻ കൊടുക്കലുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കേട്ടണത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യണ ആണെങ്കിൽ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കീഴിൽ ഇപ്പോൾ ഹെൽപ്പ് ആയിട്ടൊക്കെ ആൾക്കാരുണ്ടെന്നൊക്കെയാണ് കേട്ടത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ ഇപ്പോൾ സമരം ചെയ്ത് അവരുടെ സാലറി കൂട്ടി വാങ്ങിക്കുക, അതെന്നൊക്കെ പറയുന്നത് ഭയങ്കര വിഷമം പിടിച്ച കാര്യമാണ്. കാരണം നമ്മൾ അതിന് മീൻസ് ഈ കിട്ടുന്ന സാലറി ഇപ്പോൾ 20 ആണെങ്കിൽ അതിനേക്കാളും മേലെ നമ്മൾ ജോലി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ജോലി ചെയ്യണതിനനുസരിച്ചുള്ള ഒരു വേജസ് നമുക്ക് കിട്ടുന്നില്ല, റെസ്പെക്റ്റും കിട്ടുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം ഇവിടുത്തെ നാട്ടിലത്തെ. ഫ്രണ്ട്സ് ഇപ്പോൾ ഒരാൾക്കിപ്പോൾ കുറച്ച് 2 ദിവസം ഇന്ന് വിസ വന്നിട്ടുണ്ട്. ലാൻസിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ച ഫ്രണ്ടാണ്. പിന്നെ വേറെ കുറച്ച് പേര് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേ പേർക്ക് ഇൻ്റർവ്യൂ പാസ്സായി നിൽക്കണവരുണ്ട്. എല്ലാവരും ലാൻസിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ തന്നെയാണ്. നമ്മൾ ഫസ്റ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നമുക്ക് അതിനുള്ള പൊട്ടൻഷ്യലും പിന്നെ അതിനനുസരിച്ച് നല്ല പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടൈമിൽ പാസ്സാവാണ്ടിരിക്കില്ല. കാരണം നമ്മളൊരിക്കലും ഇപ്പം നമ്മൾ ഒരു വട്ടം പാസ്സാവാണ്ട് ഫെയിൽ ആവുകയാണെങ്കിൽ ഒരിക്കലും അത് വെച്ച് ഡൗൺ ആയിരിക്കരുത്. വീണ്ടും നമ്മൾ പുഷ് ബാക്ക് ചെയ്ത് നമ്മൾ വീണ്ടും സെൽഫ് മോട്ടിവേറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അടുത്ത എക്സാമിന് ട്രൈ ചെയ്യണം. ഒരിക്കലും ഡീമോട്ടിവേറ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. അതൊക്കെ തന്നെ ഇത്തിരി ടിപ്സ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക ലാംഗ്വേജിന്. അതൊക്കെ തന്നെ. ജർമ്മൻ പഠിക്കാൻ പറഞ്ഞ പോലെ ജർമ്മൻ പഠിക്കാന്ന് പറഞ്ഞാൽ ഈസിയുള്ള കാര്യമല്ല. പക്ഷെ നമുക്കൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും, ഷുവറാണ്. നമ്മൾ ഒരിക്കലും പഠിച്ചെടുക്കേണ്ടതല്ല ഒരു ലാംഗ്വേജ്, നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കേണ്ടതാണ് ഒരു ലാംഗ്വേജ്. അപ്പോൾ ട്രെയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതെന്തായാലും ഒരു ദിവസം കിട്ടും. സ്കോപ്പ് കൂടുതലാണോ ജർമ്മനിലേക്ക്? അതായത് ഏകദേശം ഇനിയും നേഴ്സുമാരെ വേണമെന്നുള്ള ഒരു ഉണ്ട്, ഇനിയും നേഴ്സുമാരെന്നുള്ളത്. അപ്പോൾ നമുക്കത് ഗുണം കിട്ടി. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തിരഞ്ഞെടുത്തത് കുറേ ഉണ്ടല്ലോ, കുറേ ഏജൻസികളുണ്ടല്ലോ, അതായത് കുറേ ഏജൻസികളുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ എല്ലാം നോക്കിയിട്ടുണ്ടാവും. പിന്നെ അത് യോഗ തരണമോ അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വിഷയമല്ല. റിസൾട്ട് നന്നായി പഠിപ്പിച്ചു അവർ. ക്ലാസ് എടുക്കലും അവർ പറയാൻ നന്നായി ക്ലാസ് എടുക്കുന്നത്, നന്നായി ക്ലാസ് എടുക്കും എന്നൊക്കെ പറയാൻ. പിന്നെ നല്ലൊരു ഏജൻസിന്റെ അടുത്തല്ലേ വന്നു മുട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാണ്ട്. അല്ല, വിസയ്ക്ക് സത്യം ലേറ്റ് ആയിട്ടില്ല. അതിന്റെ ടൈമിങ് കറക്റ്റാണ്, വിസ ടൈമിങ് കറക്റ്റാണ്. ഓരോ പ്രോസസ് ഓരോ ഭാഗം വരുമ്പോ സ്റ്റെപ്പായി. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, അതിന്റെ കൂടെ ടെൻഷനും ഉണ്ട്. ഐ എം ഹാപ്പി. കാരണം 1.5 ഇയറിന്റെ കഷ്ടപ്പാടാണ്. ഇപ്പൊ ജർമ്മൻ പഠിച്ച് പാസ്സായി. ഇപ്പോൾ പോവാൻ നിൽക്കാൻ 8:30 ഫ്ലൈറ്റ്. എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ട്, പുതിയ കൾച്ചറാണ്, ലാംഗ്വേജ് ആണ്. ഇതിനെല്ലാത്തിനും ഫാമിലി ആണെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും എല്ലാവരും ഏജൻസി എല്ലാവരും അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ അപ്പൊ ക്ലിയർ ചെയ്യലുണ്ട്. ഇനി എന്തെങ്കിലും വരാണെങ്കിൽ ഫ്യൂച്ചറിൽ അവർ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.